ഡോക്ടർ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫറൻസ് പോലുള്ള ഒരു സംഭവത്തിൽ നമ്മൾ പങ്കെടുത്തു കഴിയുമ്പോൾ എങ്ങനെ നമുക്ക് ഗുഡ് പ്രസൻസ് ഓഫ് മൈൻഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? ഇപ്പോ ഏതെങ്കിലും ഒരു കുറച്ച് പേരുള്ള ഒരു ഗ്രൂപ്പിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു പ്രൊഫസർ ആയിട്ടുള്ള ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉത്തരം അറിയാമെങ്കിൽ പോലും ചില സമയത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പോ അതിനെങ്ങനെ ഒരു സോൾവ് ആക്കാൻ പറ്റുമെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? ഇപ്പോ ഇസ്രയേല് കുറച്ച് രാജ്യങ്ങളുമായിട്ട് യുദ്ധം നടത്തുന്നുണ്ട്. ഉം. അത് ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇസ്രായേൽ. ആര്യ എന്താ ചെയ്യണേ? ഞാൻ MSc കംപ്ലീറ്റ് ചെയ്തു ഡോക്ടർ. ഞാൻ ഈ സബ്ജക്ട് ഏതാന്ന് ചോദിക്കണം. ബയോളജി, സുവോളജി. സോളജി. ഇപ്പൊ എന്റെ ചോദ്യം, ഇസ്രയേല് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്തു എന്നുള്ളതാണ്. എനിക്കറിയാം അത്. പാലസ്തീൻ, ഗാസ, ഗാസയായിട്ട് ഇസ്രായേൽ യുദ്ധം നടത്തുന്നത്. ഇസ്രയേലിന്റെ തൊട്ടടുത്തുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാ? ഇസ്രായേല് ഇസ്രായേൽ ഒരു ചെറിയ രാജ്യം, അതിന്റെ നടുക്കായിട്ട് ഗാസ മാപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ റഷ്യ, യുക്രൈൻ. റഷ്യ യുക്രൈനും ഇസ്രയേലുമായിട്ട് എന്താ ബന്ധം? യുദ്ധത്തിന്റെ ന്യൂസിൽ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം, ഉത്തരം പെട്ടെന്ന് വരും. ക്ലാരിറ്റി ഇല്ലാന്ന് വിചാരിക്കാം, നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് പകരം എനിക്ക് അത്ര അറിയില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ അറിയുള്ളൂ എന്നൊരു ഇൻട്രൊഡക്ഷനോട് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് കുറച്ചും കൂടി ക്ലിയർ ആണ്. ഡോക്ടർ ഇപ്പൊ ഡോക്ടർ എന്നോട് ഫസ്റ്റ് ചോദ്യം ചോദിച്ചത്, ഇപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോ പിന്നെ ഞാൻ ഓർക്കും ഇനി എന്തായിരിക്കും എന്നെ കുറിച്ച് ചിന്തിക്കാൻ പോണേന്ന്, അങ്ങനെ ഒരു തോട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെ കുറിച്ച് എന്താണ് ചിന്തിക്കാൻ പോകുന്നത് എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടല്ലോ, അത് ഓപ്പൺ ആയിട്ട് പറയാണ്. എന്ത് അതിനൊരു ക്ലൂ ആയിട്ടാണ് ഞാൻ എന്താ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്താ പഠിച്ചതെന്ന് ചോദിച്ചത്. സി, യു ആർ നോട്ട് എ പൊളിറ്റിക്കൽ സ്റ്റുഡന്റ്. മനസ്സിലായോ? എന്റെ ഫോക്കസ് ഇപ്പൊ സുവോളജിയാണ്, ഞാൻ പഠിക്കുന്ന വിഷയം സുവോളജിയാണ്. ബാക്കി ലോക വിവരമൊക്കെ നമുക്കുണ്ട് എന്നുള്ള ഒരു ഓപ്പൺ അപ്പ് ആണ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. അപ്പൊ നമ്മൾ വളരെ ഓപ്പൺ ആയി എന്ന് വിചാരിക്കും. അപ്പൊ നമ്മള് വളരെ കാഷ്വൽ അല്ല, പക്ഷെ ഇൻഫോർമൽ ആവാം. നമ്മൾ കാഷ്വൽ അല്ല, പക്ഷെ ഇൻഫോർമൽ ആണ്. വളരെ ഫോർമൽ ആവാൻ ശ്രമിക്കുമ്പോഴാണ് ഈ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവുക. ഓക്കെ, നമ്മൾ വളരെ പോളിഷ്ഡ് ആയിട്ട് എനിക്കറിയാം എന്ന് ധരിപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോഴാണ് ഈ അബദ്ധമൊക്കെ പറ്റുക. നമുക്കെല്ലാം അറിയണമെന്നില്ലല്ലോ, എല്ലാം അറിയണമെന്നൊന്നുമില്ലല്ലോ. ലോകത്തിലെ എല്ലാ കാര്യവും എല്ലാവർക്കും അറിയണം നിർബന്ധമുണ്ടോ? അതൊന്നുമില്ല. ഞാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ നമുക്കറിയണം. ഓക്കെ, അപ്പോൾ ഇനി അത് പഠിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവുക? ഒരു പ്രാവശ്യം കേൾക്കുമ്പോഴും ഈ യുദ്ധത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അത് മനസ്സിലാക്കുമ്പോൾ നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ അത് എവിടെ വെച്ചാലും നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എന്താണ് ഈ ഇസ്രയേലും ഇതൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് നമ്മൾ കാണാം. ഏത് രാജ്യത്തിനും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പോർട്ടുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. അതൊക്കെയാണല്ലോ അത്യാവശ്യം. അവർ ബാക്കി തൊട്ടടുത്ത രാജ്യങ്ങളൊന്നും അധികം ബുദ്ധിമുട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ വലിയ പ്രശ്നമില്ലാത്തത്? എല്ലാ ചെറിയ ചെറിയ രാജ്യങ്ങൾക്കും പോർട്ടുമായിട്ടുള്ള നല്ല ബന്ധമുണ്ട്. വെറും എയർക്രാഫ്റ്റ് മാത്രം പോരാ, ട്രാൻസ്പോർട്ടേഷൻ സാധനങ്ങൾ കൊണ്ടുവരണമെങ്കിലും ഒക്കെ പോർട്ട് വേണം. ഇപ്പൊ ഇന്ത്യക്ക് എന്താ പ്രോബ്ലം ഇല്ലാത്തത്? ഇന്ത്യക്ക് ഇഷ്ടംപോലെ ലാവിഷ് ആയിട്ടുള്ള പോർട്ടുകളുണ്ട്. ഓക്കെ, ഇപ്പൊ ഇസ്രയേലും പാലസ്തീനും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുറച്ച് പ്രോബ്ലം ആണ് അവർക്ക്. ചെറിയ രാജ്യമാണ്, പക്ഷെ ഒരു പോർട്ട് അപ്രോച്ച് ഇല്ല. ഒരു രാജ്യം എന്ന് പറയുന്നത് പോർട്ടിന്റെ തൊട്ടടുത്ത് എല്ലാ ഷോർ ഫുൾ ഒരാളുടെ, അതിന്റെ ഇടയിൽ പെട്ടുപോയി എന്ത് ചെയ്യും? ചൈനക്കുള്ള പ്രോബ്ലം എന്താണ്? ചൈനക്ക് പോർട്ടില്ല.
ഓക്കെ. അപ്പൊ അവരെന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ ദ്വീപുകളൊക്കെ അവരുടെ കയ്യിലാക്കാൻ നോക്കും. ഓക്കെ. അതാണ് ഹോങ്കോങ് അവരുടെ കയ്യിലാവാൻ കാരണം. അപ്പൊ നമ്മള് ഇതൊരു ലോജിക്കാണ്. ഇത് ഞാൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഒരു ലോജിക്കാണ്. ഇത് ഞാൻ വാലിഡേറ്റ് ചെയ്തിട്ട് പറയുന്നൊന്നല്ല. ഇപ്പൊ പെട്ടെന്ന് തോന്നിയൊരു, ഞാൻ അങ്ങനെയാണ് ആ സമയത്തുള്ള എൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡ് വെച്ചിട്ട് ഞാൻ പറയാണ്. ഓക്കെ. ഞാൻ എൻ്റെ ജിയോഗ്രഫിക്ക് എനിക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ഒരു ലോജിക്ക് പറയാണ്. ഇതൊരു ലോജിക്കായിട്ട് ഞാൻ മനസ്സിലാക്കി എന്ന് വിചാരിക്കാം. ഇതാണ് എൻ്റെ ലോജിക്ക്. ഓക്കെ. ഇങ്ങനെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലായാൽ പെട്ടെന്ന് തന്നെ എനിക്ക് ഏത് രാജ്യമാണ്, എവിടെയാണ്, അതിന്റെ ജിയോഗ്രഫി ഒക്കെ മനസ്സിലാവും. ഓക്കെ. കുറച്ചു നേരം കഴിയുമ്പോ അതെനിക്ക് അറിയായിരുന്നല്ലോ എന്നൊരു തോന്നല് വരും. അല്ല അപ്പൊ അതത് പിന്നെ അത് പറഞ്ഞിട്ട് അല്ല, കാര്യം. നമുക്കറിയാം, പക്ഷെ എന്നാലും ക്ലിയർ ഒന്നും ആവില്ല. ഓക്കെ. ക്ലിയർ ആയിട്ട് അറിയുന്ന ഒരാൾക്ക് എപ്പോഴും ക്ലിയർ ആണ്. ഇപ്പൊ അമ്മയുടെ മുഖം ഒരു പടം കണ്ടു കഴിഞ്ഞാല്, ഇതിൽ ഒരു 4 ആളുടെ പടം കാണിച്ചില്ല, ഇതേതാണ് തന്റെ അമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉടനെ പറയാൻ പറ്റില്ലേ? കുറച്ച് കഴിഞ്ഞിട്ടാണോ മനസ്സിലാക്കും? അല്ല. അല്ല. അപ്പൊ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ എപ്പോഴും പറ്റും. ക്ലാരിറ്റി ഓക്കെ. ഇല്ലാത്തത് കുറച്ച് കഴിയുമ്പോൾ പറ്റും. അത് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ആണ്. ക്ലാരിറ്റി. അത് ഭയം കൊണ്ടൊന്നും അല്ല. ഇപ്പൊ ഭയം കൊണ്ടാണെങ്കിൽ, ഞാനിപ്പോ ചോദിച്ച സമയത്ത് ആദ്യം ചോദിച്ച ചോദ്യം ഇസ്രയേൽ പാലസ്തീനാണ്. രണ്ടാമത് ചോദിച്ച സമയത്ത് എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചുമ്പോ MSc ആണോ BSc ആണോ എന്ന് ആലോചിക്കുന്നില്ലല്ലോ, പെട്ടെന്ന് പറഞ്ഞല്ലോ. അതെ. സബ്ജക്ട് എന്താന്ന് സുവോളജി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്ത് ടെൻഷൻ ഉണ്ടാണെന്ന് പറയുന്നത് തട്ടിപ്പല്ലേ? ഓക്കെ. ഈ ടെൻഷൻ ആണ് എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണ്. നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ അച്ഛന്റെ പേരെന്താന്ന് ചോദിച്ചാൽ ടെൻഷനായിട്ട് പറയാൻ പറ്റില്ല എന്ന് ആരെങ്കിലും ഈ ലോകത്ത് പറഞ്ഞിട്ടുണ്ടോ? നന്നായിട്ട് പറയാൻ പറ്റും. അപ്പൊ ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. ഓക്കെ. ടെൻഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളെ ഒരു കാര്യവും പഠിക്കാണ്ടാക്കൊന്നുമില്ല. ഓക്കെ. എക്സാമിനേഷന് ടെൻഷൻ കൊണ്ടാണ് എഴുതാൻ പറ്റാതിരുന്നത്, ഒക്കെ ചുമ്മാ തട്ടിപ്പ് പറയുന്നതാണ്. ഇപ്പൊ നിങ്ങളെ ഒരു അതൊക്കെ വെള്ളത്തിലിടുന്നു, നമ്മുടെ മനസ്സിന്റെ ഒരു തോന്നലാണ്. നമ്മളൊരു ഇത് ഇത് ജനങ്ങൾ പറഞ്ഞ് പറഞ്ഞ് കൊണ്ടാണ്. ഓക്കെ. നമ്മളെ വെള്ളത്തിലിട്ടാല്, സ്വന്തമായിട്ട് ഉണ്ടാകുന്നു. നമ്മളെ വെള്ളത്തിലിട്ടു എന്ന് വിചാരിക്കും, മുങ്ങിപ്പോകുന്ന ടെൻഷൻ ഉണ്ടായിട്ട് ഞാൻ മുങ്ങിപ്പോയതാന്ന് പറഞ്ഞാല് അയാൾക്ക് നീന്തറിയെങ്കിലും മുങ്ങിപ്പോകുന്ന ടെൻഷൻ ഉണ്ടാവില്ലല്ലോ. ഓക്കെ. അറിയാത്തത് കൊണ്ടല്ലേ മുങ്ങിപ്പോകുന്നുള്ള ടെൻഷൻ. അപ്പൊ എന്തിനാ ഈ വെറുതെ ടെൻഷനെ പിടിച്ചുകൊണ്ടിരുന്നേ? സ്കില്ലില്ല എന്ന് പറയൂ. നല്ലൊരു ഡ്രൈവറാന്ന് വിചാരിക്കൂ, അയാൾക്ക് സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. ഏത് അപകടാവസ്ഥയിലും നന്നായിട്ട് ഓടിക്കുന്നതല്ലേ നല്ല ഡ്രൈവർ. ആണോ അല്ലയോ? പിന്നെ ആക്സിഡന്റ് ഈസ് ഓൾവേസ് ആക്സിഡന്റ്. പിന്നെ നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുന്നു, അവിടെ ഒരു സീറ്റ് മാത്രമേ വേക്കന്റ് ഉള്ളൂ. 1000 പേര് കയറിയിരിക്കണം ആ കസേരയില്. പറ്റുമോ? ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ സെലക്ട് ചെയ്യുന്നത് എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനാണ് കമ്മിറ്റി ചെയർമാൻ എന്ന് വിചാരിക്കാം. ഡോക്ടർ ഒരു മിനിറ്റ്, കോളിംഗ് ബെല്ല് കേൾക്കുന്നുണ്ട്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? സോറി ഡോക്ടർ. നോ ഇഷ്യൂ ബേട്ടാ. ഓക്കെ. ഡോക്ടർ കണ്ടിന്യൂ ചെയ്തോളൂ പറയുന്നത്. അപ്പൊ എനിക്ക് ഒരാളെ അതിനകത്ത് സെലക്ട് ചെയ്യണം എന്നുള്ള ഡ്യൂട്ടിയാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഞാൻ എങ്ങനെ സെലക്ട് ചെയ്യും? എന്റെ അറിവ് വെച്ചിട്ടല്ലേ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എന്റെ അറിവ് വെച്ചിട്ട് ആരാണ് നല്ലതെന്ന് തോന്നുന്നതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇയാൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക, ആര്യക്ക് കിട്ടിയില്ല. അത് ആര്യയുടെ കുഴപ്പമല്ല, എനിക്ക് ആര്യയെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ള എന്റെ കുഴപ്പമാണ്. എല്ലാവർക്കും എല്ലാരെയും മനസ്സിലാക്കാൻ പറ്റുമോ ഈ ലോകത്ത്? അതൊരു 5 മിനിറ്റ് ആയിരിക്കുമല്ലോ നമുക്ക് അലോട്ട് ചെയ്യുന്ന ടൈം. ആ ടൈമിൽ തന്നെ നമുക്ക് ബെറ്റർ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഫസ്റ്റ് ഡോക്ടറിനോട് ചോദ്യം ചോദിച്ചില്ലേ, അതിൽ തന്നെ ഞാൻ ഫ്ലാറ്റ് ആയി. അപ്പൊ ഞാൻ ഓർക്കും, ഇനിയിപ്പൊ അതൊരു ഇന്റർവ്യൂ ആണെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ ഓർക്കും, അശ്ശോ എനിക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, എനിക്കറിയില്ലാത്തൊരു ഭാഗത്തുനിന്ന് വന്നല്ലോ, അങ്ങനെ ഓർത്ത് പിന്നെ അന്നത്തെ ദിവസം തന്നെ ഡൗൺ ആയിരിക്കും. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, അന്നത്തെ ദിവസം ഡൗൺ ആവുന്നതിന് പകരം ഇയാള് നല്ലൊരു ബ്രില്യന്റ് സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കും. എനിക്ക് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയല്ലോ, ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ. എനിക്ക് ഡോക്ടർ TPS എപ്പോഴും ഇഷ്ടം എന്താ അറിയോ?
എനിക്ക് കിട്ടാത്തൊരു ചോദ്യം എൻ്റെ സ്റ്റുഡൻസ് ചോദിക്കുമ്പോഴാണ്. ഓക്കെ. കാരണം എനിക്ക് പഠിക്കാൻ പറ്റും. ആ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് ഈ ജോലിയല്ല ഇമ്പോർട്ടന്റ്, ഉം. ഇതല്ലെങ്കിൽ വേറെ ജോലി കിട്ടും. അതാണ് എൻ്റെ ഒരു ഉം. വലിയൊരു ഫിലോസഫിക്കൽ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാറുള്ളത്. വൺസ് യു മിസ് എ ഉം. ബസ് യു ഉം. ഗെറ്റ് ലോട്ട് ഓഫ് ബസ്സസ്. ഓക്കെ. വൺസ് യു ഗെറ്റ് ഇൻ ടു എ ബസ് യു മിസ് ലോട്ട് ഓഫ് ബസ്സസ്. ഓക്കെ. നമ്മളൊരു ബസ് കയറിയാൽ നമുക്ക് കുറെ ബസ് മിസ്സാവൂലേ എന്ന്. ഉം. ഇപ്പൊ എനിക്കൊരു ജോലി പിന്നെ കിട്ടി, അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അതെ, ഇപ്പൊ ഒരു ഇന്റർവ്യൂ. മിസ്സായാലും കുഴപ്പമില്ല, വേറെയും കുറെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാലോ ജീവിതത്തിൽ. ഇതൊന്നും അല്ലല്ലോ ഒറ്റ ജീവിതം. ഓക്കെ. പിന്നെ കുറെ ഈ ഓരോ ഇന്റർവ്യൂവിലും നമുക്കിപ്പോൾ ഒരാളെടുത്ത് പോയിട്ട് ഇന്റർവ്യൂവിന് നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അർത്ഥം എന്താ? എനിക്ക് അയാളുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുകയാണ്. നിങ്ങളൊരു ഓഫീസിൽ ഒരു വലിയൊരു ഓഫീസറെ പോയി കാണണമെങ്കിൽ ഈ അപ്പോയിന്റ്മെന്റ് എടുത്താൽ പോലും കിട്ടില്ല ചിലപ്പോൾ. സോ യു ആർ ഗെറ്റിംഗ് എൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു സംബഡി. കൺസിഡർ ഇറ്റ് ആസ് എ ഓപ്പർച്യൂണിറ്റി ഫോർ യു. നിങ്ങൾ ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്തു എന്നുള്ളത് കൊണ്ട് വലിയ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഒരാളെ കാണാൻ പോകുന്നു, അയാളുമായിട്ടൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ടൈം കിട്ടുന്നു. അപ്പോൾ അത് എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഒരു ഡയലോഗ് ഉണ്ടാക്കാൻ എനിക്കൊരു സാഹചര്യം കിട്ടി എന്നുള്ളത് ഒരു വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് കരുതിയാൽ മതി. അപ്പൊ ഇന്റർവ്യൂവിന് എന്തായിട്ട് കാണണം? പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് കാണണം. അതിന് പകരം ഇതെന്തോ എന്നെ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്, ഞാൻ മോശമാണെന്ന് തീരുമാനിക്കുകയാണ് അയാള്, എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് വിചാരിച്ചാലും എനിക്കെന്താ പ്രശ്നം? ഐ ആം നോട്ട് ഗോയിങ് ടു സീ യു ടുമാറോ. എന്റെ വീട്ടിലിരിക്കുന്ന ആളുമല്ല. ജസ്റ്റ് ലീവ് ഇറ്റ്. അത് തീർന്നു ആ കഥ. പക്ഷെ അതിനകത്തുള്ള ചോദ്യങ്ങള് വീട്ടിൽ പോയിട്ട് റെഫർ ചെയ്ത് പഠിക്കുന്ന എത്ര പേരുണ്ടാവും? വളരെ കുറച്ചായിരിക്കും. അതെ, അത് കഴിഞ്ഞു. അതല്ലല്ലോ വേണ്ടത്. ഇപ്പൊ ഞാനിപ്പോ ഒരാളെ എന്റെ വീട്ടിൽ വന്ന സമയത്ത് എന്റെ ലൈബ്രറി കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ നോക്കിയിട്ട് പോകുന്ന അർത്ഥം എന്താ വെച്ചാല് അയാൾക്ക് വായിക്കാൻ താല്പര്യമില്ല എന്നാണ്. താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അതിനകത്ത് ഒരു ബുക്കെങ്കിലും എടുത്തൊന്ന് തുറന്നു നോക്കി ഒരു പേജെങ്കിലും വായിക്കും. മനസ്സിലായി? അപ്പൊ ഇന്റർവ്യൂവിന് പോകുന്നവരെ നമ്മൾ കരുതുന്നത് എന്താണ്? യു ആർ ഗെറ്റിംഗ് എൻ ഓപ്പർച്യൂണിറ്റി, യു ലാസ്റ്റ്. പിന്നെ ഈ ഇന്റർവ്യൂ നടത്തുന്നവർക്കും വലിയ ടെൻഷനാണ്. ഇപ്പൊ ഞാനൊക്കെ വളരെ കാഷ്വൽ ആണ്. പക്ഷെ എനിക്കറിയുന്ന ചില പിന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആൾക്കാർ കാണാം, തലേ ദിവസേ ഇവരുടെ ബയോഡാറ്റ ഒക്കെ നോക്കി പഠിച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി എന്ത് ചോദിക്കണം എന്നൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അവരൊക്കെ ആ ഇന്റർവ്യൂവിൽ ഇരിക്കുന്നത് എന്തിനാ അറിയോ? ഒരു 6 പേര് ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടെങ്കിൽ ഞാൻ ബെസ്റ്റ് ആയിട്ട് ചോദ്യം ചോദിച്ചു എന്ന് അവരിലും കുറെ ഹയറാർക്കി ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു ഡയറക്ടർ ഇരിക്കുന്നുണ്ടാവും, അയാളുടെ താഴെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഒരാളുണ്ടാവും. അപ്പൊ ഇയാൾ ചോദിക്കുന്ന ചോദ്യം ഭയങ്കരാണെങ്കിൽ ഇയാൾക്ക് തോന്നുമല്ലോ എന്റെ ജൂനിയർക്ക് നല്ല വിവരം ഉണ്ടെന്ന്. അപ്പൊ അയാൾക്ക് പ്രൊമോഷനുള്ള CR എഴുതും. അയാൾ ഒന്നും കൂടി അടുത്ത ഇന്റർവ്യൂവിന് അയാളെ വിളിക്കും. അപ്പൊ ഓരോ ഇരിക്കുന്ന ആൾക്കും അവരുടെ കഴിവുകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിടുക്കാണ്. ഇതാണ് ഈ ലോകം. നമ്മളെ കണ്ടിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ ഇവർക്കും ടെൻഷനാണ്, ഈ ഇന്റർവ്യൂ ചെയ്യുന്നവർക്കും അവരുടെ വിവരം കാണിച്ചു കൊടുക്കാനുള്ള ടെൻഷനാണ്. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഉത്തരം പറയുമ്പോൾ അതിനൊന്ന് ഖണ്ഡിക്കുക എന്നുള്ളത് അയാളുടെ ഒരു. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരു നാടകമായിട്ട് കണ്ടാൽ മതി. എന്തിനാ ബോധർ ചെയ്യുന്നേ? ഈ ചോദിക്കുന്ന ആൾക്ക് വലിയ വിവരമൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ നമ്മുടെ ഗൂഗിൾ മീറ്റിൽ ഞാൻ ഒരാളോട് ചോദിച്ചു പാണ്ഡവന്മാരുടെ പേരെന്താണ് അല്ലെ. ഒരാളെ പാസ്സാക്കിക്കണം എന്ന് വിചാരിക്കേ. പഞ്ചപാണ്ഡവന്മാരുടെ പേര് ചോദിച്ചാല് 5 പറഞ്ഞാല് 100 ഔട്ട് ഓഫ് 100 കിട്ടി. കൗരവന്മാരുടെ ചോദിച്ചാൽ നിങ്ങൾക്ക് 3% കിട്ടുള്ളൂ. 3 ആളുടെ പേരല്ലാതെ 4മതോ 5മതോ ഒരാളുടെ പേര് എത്ര പേർക്ക് അറിയാം? അപ്പൊ ഒരാളെ തോപ്പിക്കാനും ജയിപ്പിക്കാനും ഈ ഇന്റർവ്യൂ കമ്മിറ്റിക്ക് തീരുമാനിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താ വെച്ചാല് ഒരു 4ഓ 5ഓ പേര് ഒരാളെയാണ് അറ്റാക്ക് ചെയ്യുന്നത് ആണല്ലോ. ഇതൊരു മഹാമോശം പരിപാടിയാണ്. ഒരിക്കലും ഇന്റർവ്യൂ അങ്ങനെ ആവരുത്. ഒരാൾ ബയാസ്ഡ് ആണ്. ആദ്യം ചോദിച്ച എന്റെ ഉത്തരം ആരെയൊക്കെ പറയാൻ പറ്റില്ലെങ്കിൽ എന്റെ ജൂനിയർ രണ്ടാമത് ചോദ്യം ചോദിച്ചിട്ട് ബെസ്റ്റാന്ന് ഒന്നും പറയാൻ അയാൾക്ക് അധികാരമില്ല. അപ്പൊ ആരാണോ ചെയർമാൻ, മിക്കവാറും ചെയർമാൻ സെൻട്രൽ ഇരിക്കുന്ന ആളാണ്, അയാളാണ് ഓപ്പൺ ചെയ്യുന്നത് വിചാരിക്കാം. അതിന് നമ്മൾ ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ ഹോൾ കമ്മിറ്റി കൂടെ ചേർന്നിട്ട് ഇയാൾ നല്ല കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാലും ചെയർമാൻ ഇല്ല എന്റെ ഉത്തരം പറഞ്ഞിട്ടില്ല, ഞാൻ ബേസിക് ചോദ്യം ചോദിച്ചെന്നൊക്കെ പറഞ്ഞ് അയാൾ തട്ടി. ഇതൊരു മോശം ഇന്റർവ്യൂ മെത്തേഡാണ്. അപ്പൊ എനിക്ക് ഏതിനെങ്കിലും കിട്ടിയില്ല എന്ന് പറഞ്ഞാല്
ആ ഇന്റർവ്യൂവിന്റെ മെത്തഡോളജി ഈസ് ബാഡ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് ഓക്കെ. ബയാസ്ഡ് ആവുക. ഉം. പിന്നെ പല കേരളത്തിലൊക്കെ ആണെങ്കിൽ എല്ലാ ഇന്റർവ്യൂവിനും ആൾക്കാർ ബയാസ്ഡ് ആണ്. നിങ്ങൾ ഏത് പാർട്ടിക്കാരനാണ്, ഏത് മന്ത്രിയെ ഉം. റെക്കമെൻഡ് ചെയ്തത്, ഇതൊക്കെ ഉം. നോക്കും. ഇപ്പൊ നമുക്കും വരും, റെക്കമെൻഡേഷൻസ് ഒക്കെ നമുക്കും ഇഷ്ടം നോക്കും. പോലെ വരും. നമുക്ക് ഇഷ്ടം പോലെ ഇപ്പം ഉം. നമുക്ക് പരിചയമുള്ള കുറെ ആൾക്കാരുണ്ടെങ്കിൽ അവർ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഞാൻ ഇന്ന ഡിപ്പാർട്ട്മെന്റിലാണ് പോകുന്നത്, ശരി, ഉം. അല്ല ഒന്ന് വിളിച്ച് പറയിപ്പിക്കുവോ, ഉം. ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പം ഉം. ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓക്കെ. കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ മെറിറ്റ് ഉള്ള ഉം. ആളാണോ മെറിറ്റ് ഇല്ലാത്ത ആളാണെന്നൊന്നും കണ്ട കാര്യമില്ല. ഓക്കെ. ജസ്റ്റ് ലീവ് ഇറ്റ്. ഉം. പക്ഷെ നമ്മൾ പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, യെസ് ഐ ഉം. ഹാവ് ഡൺ മൈ ബെസ്റ്റ്, ഓക്കെ. എനിക്ക് പറയാൻ അങ്ങനെ പറ്റിയിട്ടുണ്ട്, അത് തോന്നിയാൽ അങ്ങനെ മതി. എനിക്ക് തോന്നിയിട്ടുള്ള പല ഇന്റർവ്യൂസും ഉണ്ട്. ആയിക്കോട്ടെ, പക്ഷെ അതിന് അതങ്ങനെ എടുത്താൽ മതി. ഓക്കെ. ഡോണ്ട് ഹാവ് ടു ബോദർ. ജോലി കിട്ടുക കിട്ടില്ല എന്നുള്ളത് ഇറ്റ്സ് നോട്ട് യുവർ നോ ചോയ്സ്. ആ ഇരിക്കുന്ന സീറ്റ് ഒന്നേ ഉള്ളൂ, അതിൽ ഞാൻ ആരെ പിക്കപ്പ് ചെയ്യുന്നു എന്നുള്ള എൻ്റെ കഴിവുകേട്, എൻ്റെ മെത്തഡോളജി. അപ്പം ഏറ്റവും നല്ല ഇന്റർവ്യൂ മെത്തേഡ് ഏതാണെന്നറിയോ? ഏതാ? ഇത് കുറേ സമയം ലാഭിക്കാം, വളരെ ഫാസ്റ്റ് ആയിട്ട് തീർക്കാം. ഇപ്പം ഞാൻ ചെയർമാൻ ആയിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ നടത്തിയ സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ളത് 5 എക്സ്പേർട്സ് ആണെന്ന് വിചാരിക്കുക. ഉം. അവർക്കൊക്കെ ഓഫീസിൽ 5 ഡിഫറെന്റ് റൂമുകളുണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട്. ഉം. അപ്പോൾ ഓരോ കാൻഡിഡേറ്റും ഓരോ റൂമിൽ പോവുക, ആ ഇന്റർവ്യൂ കഴിഞ്ഞാൽ അടുത്ത റൂമിൽ പോവുക. ഉം. അപ്പോൾ 10 പേരെ ഇന്റർവ്യൂ ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന സമയത്തിൽ ബാക്കി 6 മെമ്പേഴ്സും വെറുതെ ഇരിക്കല്ലേ ചെയ്യണേ. അതെ. അവരുടെ സമയം വേസ്റ്റ്, അവർക്ക് ഉം. ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയ സമയം വേസ്റ്റ്. ഉം. അപ്പോൾ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഒരു കാൻഡിഡേറ്റ് 6 റൂമുകളിൽ പോയിട്ട് 6 എക്സ്പേർട്സിനെ കണ്ടിട്ട് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് മാർക്ക് എഴുതിയിട്ട് ആഡ് ചെയ്യലാണ്. ഓക്കെ. പക്ഷെ അതൊരു നല്ല ഇതൊന്നും മെത്തേഡാണല്ലോ ഡോക്ടർ. അതാണ് ആരും ചെയ്യാറില്ല. ഇതൊന്നും ആ. ഇങ്ങനെ കുറേ ഡിഫറെന്റ് മെത്തേഡ്സ് നമ്മൾ ആലോചിക്കണം. ഒരു കാൻഡിഡേറ്റ് പോകുന്ന ഉം. സമയത്ത് അവരുടെ ടെൻഷൻ എന്താണ്. പിന്നെയോ ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ചിന്തിക്കാനും ഫ്രഷ് ആവാനും വെള്ളം കുടിക്കാനും, എല്ലാ മനുഷ്യനും മനുഷ്യനല്ലേ, ഉം. അവർക്ക് അവരുടേതായ റിക്വയർമെന്റ്സും റിലാക്സ് ചെയ്യാനും ഒക്കെ സമയം വേണ്ടേ. ഓക്കെ. ഇത് തുരുതുരാന്ന് ചോദ്യം ചോദിച്ചിട്ട് ഒരാളെ പറ്റിക്കാനുള്ള പണിയാണോ ചെയ്യുന്നത്? ഇങ്ങനെ കുറേ മെത്തഡോളജീസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇന്റർവ്യൂ മെത്തേഡ്സ് ഒന്നും വളരെ ബെസ്റ്റ് ഒന്നും അല്ല ഇന്ത്യയിൽ. ഉം. ഓക്കെ, അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളൊക്കെ ഇന്റർവ്യൂവിന് ഒരാൾക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പം കിട്ടിയ ആള് ഗ്രേറ്റും കിട്ടാത്ത ആള് മോശമൊന്നും ഞാൻ പറയാറില്ല. ഉം. പിന്നെ ഞാനിപ്പം നോക്കുന്നത് ഒരു BSc പഠിച്ച ഒരാളെയാന്ന് വിചാരിക്കുക. ഉം. അതിനൊരു MSc വന്നാൽ സാധാരണ ഇന്റർവ്യൂ ബോർഡുകാർ ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് കാണുക. ഓക്കെ. ഹയർ ക്വാളിഫിക്കേഷൻ ഇസ് എ ഡിസ്ക്വാളിഫിക്കേഷൻ എന്നാണ് സാധാരണ. ഉം. കാരണം നിങ്ങൾ ഓൾറെഡി MSc ആണ്. ഉം. അപ്പൊ BScക്കാർ ചെയ്യേണ്ട പണി കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഫീലിംഗ് വരും, ഐ ആം ഡൂയിങ് എ ലോവർ ജോബ്. ഓ. അപ്പോൾ നിങ്ങളുടെ എബിലിറ്റി കുറയും. ഇപ്പൊ ഞാൻ നല്ല ടീച്ചറാണ്, ഉം. പക്ഷെ എന്നെ അവിടെ അറ്റൻഡർ ആയിട്ട് വെച്ചാലോ? ഒരു സെൽഫായിട്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെടില്ല, അറ്റൻഡർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. ഉണ്ടാവില്ല. ഒരു ക്ലീനിങ്ങിന് ജോബ് തന്നാൽ എനിക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം ക്ലീനിങ് അല്ല എൻ്റെ ജോബ്. ഇല്ല. മനുഷ്യന്മാരുടെ അതെ. മനസ്സ് ക്ലീൻ ചെയ്യുന്ന മനുഷ്യനെ പിടിച്ചിട്ട് ടേബിൾ ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഉം. അപ്പൊ ഞാൻ ആ പണിയും നന്നായിട്ട് ചെയ്യില്ല, ഞാനും ഡിപ്രസ്ഡ് ആണ്. ഉം. അപ്പൊ നമ്മൾ കുറേ എംപ്ലോയേഴ്സിനെ കാണുന്നതുകൊണ്ട് ഹയർ ക്വാളിഫിക്കേഷനിൽ ഒരാളെ കാണുമ്പോൾ ഉം. നമ്മൾ സാധാരണ അവരോട് നോ എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, നിങ്ങൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യുമോ, വേറെ വല്ല ഓപ്ഷൻസ് ഉണ്ടോ? വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ചേർന്നിട്ട് PhD കിട്ടി അപ്പം അങ്ങോട്ട് ചാടി പോകില്ലേ? അപ്പൊ ഞാൻ പിന്നെയും ഈ ഇന്റർവ്യൂ പ്രോസസ്സും ആൾക്കാരെ സെലക്ട് ചെയ്യാനൊക്കെ നിൽക്കണ്ടേ? പിന്നെയും അപ്പൊ എക്സ്ട്രാ എനിക്ക് കിട്ടാതിരുന്നാൽ അത് എന്റെ ക്വാളിഫിക്കേഷൻ കുറവുള്ളതുകൊണ്ടല്ല, ഐ ആം ഹയർ ക്വാളിഫൈഡ് എന്നുള്ളൊരു ധാരണ ഉണ്ടായാലോ? ഓക്കെ. അപ്പൊ ഇതൊക്കെ അതിന്റെ കാരണങ്ങളാണ്. ഇപ്പൊ ഞാനിപ്പോ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ആയിട്ടുള്ള ഒരാളാണ് എന്ന് വിചാരിക്കാം. എന്നിട്ട് എന്നെ കോളേജിൽ എനിക്ക് ടീച്ചിങ്ങിനാണ് ഞാൻ പോകുന്നത്. ഈ പ്രിൻസിപ്പൾ എന്തിനാ ടീച്ചിങ്ങിന് വരുന്നത്? വന്നു കഴിഞ്ഞാൽ അയാൾ കംഫർട്ടബിൾ ആവില്ല. കാരണം അയാൾ കുറേ ടീച്ചർമാരെ ഭരിച്ച ഒരാളാണ് ഒരു കാലത്ത്. അയാളെക്കാളും ജൂനിയർ ആയിട്ടുള്ള കീഴിലാണ് വർക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ അയാളെ അപ്പോയിന്റ് ചെയ്യാത്തത് അയാൾ ക്വാളിഫൈഡ് അല്ലാത്തതുകൊണ്ടല്ല, ഓവർ ക്വാളിഫൈഡ് ആണ്. ഓക്കെ, ഇങ്ങനെ കുറേ കാരണങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഉത്തരം പറയാൻ പറ്റിയോ പറ്റിയില്ലയോ പിന്നെയുള്ള വേവലാതി ഒന്നും ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം ബെസ്റ്റ് ആയിട്ട് ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഐ ഹാവ് ഡൺ. ഞാൻ ഇതുവരെ എല്ലാ ഇന്റർവ്യൂവിനും അങ്ങനെയാണ്. ഞാൻ മഹാമോശമായിട്ട് പെർഫോം ചെയ്യാണ്ട് കിട്ടാത്ത കുറേ ഇന്റർവ്യൂസ് ഉണ്ടെങ്കിലും
ഉം. I always consider, yeah, it's okay. They don't know how Okay. to interview me. ഇങ്ങനൊന്നല്ല ഇന്റർവ്യൂ ബോർഡ് സെറ്റപ്പ് ചെയ്യുന്നത് പോലും എനിക്ക് അറിയുന്ന ഒരാള്. ഉം. എനിക്കറിയാലോ ഇതല്ല മെത്തഡോളജി. ദേ ആർ വേസ്റ്റിംഗ് ദർ ടൈം, യൂസ്ലെസ് പീപ്പിൾ. വളരെ Okay. സീനിയർ ആയിട്ടുള്ള 6 പേര് വെറുതെ ഇരുന്നിട്ട് ബാക്കിയുള്ളവർ ചോദിക്കുന്നത് കണ്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കണം. ഇതിനാണോ ഇന്റർവ്യൂ ബോർഡ്? ഉം. അവർക്ക് വേറെ പണിയൊന്നുമില്ല. എന്നോട് അങ്ങനെ ഇന്റർവ്യൂവിന് ഇരിക്കാൻ പറഞ്ഞാൽ ഞാൻ സാധാരണ പറയാറുണ്ട്, തട്ടിപ്പ് പരിപാടിയാണ്. എന്ത് ചോദിക്കാൻ പറഞ്ഞാലും ഒന്നും ചോദിക്കാനില്ല പറയും. കാരണം അവരുടെ ബാക്കിയുള്ളവർ ചോദിക്കുമ്പോഴുള്ള അവരുടെ അപ്രോച്ച് നോക്കിയാൽ നമുക്ക് പറയും കാൻഡിഡേറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്. ഞാൻ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. Okay. ഉം. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഒരു ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്നിട്ട് ഒരാളെയും ഞാൻ ഉപദ്രവിക്കാറില്ല. പക്ഷെ നമ്മൾ അസസ് ചെയ്ത് പറയും. മറ്റേയാൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്ന കേട്ടാൽ നമുക്കറിയാം ഇയാൾ സ്റ്റുഡിയസ് ആണോ, Okay. നമ്മളൊരു പ്രോബ്ലം നന്നായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ. ഉം. ഇപ്പൊ ഞാനൊക്കെ സയന്റിസ്റ്റിന്റെ ഇന്റർവ്യൂവിന് പോയ സമയത്ത് എനിക്ക് ചോദിച്ച ചോദ്യം, ഒരു പുസ്തകം കാണിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പടം കാണിക്കും. ഒരു പടം കാണിച്ചിട്ട് പറയും ഇതിനകത്ത് 4 ഫിഷ് ഉണ്ട്, അതിനൊന്ന് കാണിച്ചു തരാൻ പറയും. സിമ്പിൾ അല്ലേ ഡോക്ടർ? അല്ല, ആ. നമ്മൾ ബാലരമയിലും ചെറിയ കുട്ടികളുടെ കഥാപാത്രത്തിലും ഒരു 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 ഫോറസ്റ്റിന്റെ പടം കാണിച്ച് ഇതിനകത്ത് ഒളിച്ചിരിക്കുന്ന പൂച്ചയെ കാണുക എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, ഒബ്സർവേഷൻ എബിലിറ്റി, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാനാണ്. ഇത് കുറെ പേര് തോക്കും. ഉം. ഒന്നാമത് വെപ്രാളം. അപ്പൊ ഒരു വെപ്രാളം ഉള്ള സമയത്ത് നിങ്ങൾ ഇതിനകത്ത് 10 പൂച്ചേനെ കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ 10 കാണില്ല. ആ. ഒരു ടെൻഷൻ പിടിച്ച സമയത്ത് നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലം വന്നാലും അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ ജീവിതത്തിൽ പറ്റുമെന്നാണ്. അതിനാണ് ചെറിയ Okay. കുട്ടികളെ ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഉം. പക്ഷെ അതൊന്നും ആർക്കും മനസ്സിലാവില്ല. അതെന്തിനാ ഒരു സയന്റിസ്റ്റിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഇത് ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഇന്റർവ്യൂ. അല്ലാണ്ട് ഞാൻ പഠിച്ച കാര്യങ്ങൾ മഗ്ഗപ്പ് ചെയ്ത് അതുപോലെ പറയാൻ പറ്റുന്ന കുട്ടികൾക്ക് അത് പലർക്കും പറ്റും. അവർക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ല. Okay. ഇങ്ങനെയാണ് ഞാൻ പ്രസൻസ് ഓഫ് മൈൻഡ് ചെക്ക് ചെയ്യുക. Okay. മനസ്സിലായി? ഇനിയിപ്പോ ഞാൻ ഇക്വേഷൻ ഓഫ് മോഷൻ, ഫിസിക്സിലൊക്കെ ഇക്വേഷൻ ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ട്. ഉം. അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു സുവോളജി ആയിട്ട് ബന്ധപ്പെട്ട് പറയാം. ഉം. ഓക്കെ, ഒരു കാട്ടില് ഉം. സിംഹങ്ങൾ കുറവാണ്. ഉം. എക്കോസിസ്റ്റത്തിൽ സിംഹം ആണ് ജീവിക്കുന്ന ഒരു എക്കോസിസ്റ്റം ആണെങ്കിൽ ഉം. സിംഹങ്ങൾ വേണം കുറെ. അതിനെ കൂട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? സിംഹങ്ങളെ കൂട്ടാനായിട്ടാ? കുറേ സിംഹങ്ങൾ വേണം എനിക്ക് കാട്ടിൽ. ഞാൻ എന്ത് ചെയ്യണം? അതിനാണ് മെത്തഡോളജി. സിംഹങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ എക്കോസിസ്റ്റം മൊത്തമായിട്ട് തകർന്നു പോയില്ലേ? അല്ല, എന്ത് ചെയ്യണം? അതിനെ കുറേ സിംഹങ്ങൾ നിൽക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നാ എന്റെ ചോദ്യം. നിങ്ങളുടെ ഉത്തരം എക്കോസിസ്റ്റം പൊളിഞ്ഞു പോകുന്നതാണ്. ഞാൻ പറയുന്നത് അതിനെ നിലനിർത്തിയിട്ട് കുറെ സിംഹങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ക്യാപ്റ്റീവ് ബ്രീഡിംഗ് ആയിരിക്കും ബെസ്റ്റ് മെത്തേഡ്. ഒരു സൂ പോലെയുള്ള അല്ല, സൂ അല്ലല്ലോ, എക്കോസിസ്റ്റം അല്ലല്ലോ സൂ. അല്ല, നമുക്ക് ക്യാപ്റ്റീവ് ബ്രീഡിംഗ് ചെയ്തിട്ട് ഇതിനെ ഞാൻ ചോദിക്കുന്നത് ഒരു എക്കോസിസ്റ്റത്തില് ഒരു സിംഹങ്ങളുടെ എണ്ണം കൂട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നാ ചോദിച്ചത്. ഏത് അതെ, ഇതിന്റെ ഉത്തരം അറിയില്ല എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. പക്ഷെ നിങ്ങളത് അനലൈസ് ചെയ്യുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഏത് ജീവിക്കും, കുറെ ജീവികൾക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഫുഡ്. അതെ. അപ്പൊ സിംഹത്തിന്റെ ഫുഡ് എന്താണ്? സിംഹം അതിന്റെ താഴെയുള്ള എല്ലാ ജീവികളെയും കഴിക്കില്ല. അപ്പൊ ആ ജീവികളുടെ എണ്ണം കൂട്ടണം. മനസ്സിലാവുന്നുണ്ടോ? സിംഹത്തിന്റെ ബ്രീഡ് നല്ലോണം ഉണ്ടാക്കിയിട്ട് കുറെ സിംഹത്തിനെ കൊണ്ടിട്ടാ മതി എന്ന് പറയുന്നത് എന്ത് മണ്ടത്തരാന്ന് ആലോചിച്ച് നോക്കൂ. ആണോ അല്ലയോ? നിങ്ങൾ എക്കോളജി പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് പഠിക്കുമ്പോഴും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആരും ചോദിച്ചിട്ടില്ല, ഇങ്ങനൊരു ഡിസ്കഷൻ നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല. അത് പഠിപ്പിക്കുന്നവരുടെ മോശമാണ്. അപ്പൊ ഇനി കുറേ താഴെയുള്ള മാനുകളും മുയലുകളും ഒക്കെയാണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിക്കാം. മാനുകളും മുയലുകളും ജീവിക്കണ, അത് സർവൈവ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് വേണം? സിംഹത്തിന്റെ എണ്ണം കുറയ്ക്കണം. അല്ല, സിംഹത്തിന്റെ എണ്ണം കൂട്ടണം എന്നാണ് എന്റെ ആഗ്രഹം. മാനുകളും മുയലുകളും ഒക്കെ കൂടണമെങ്കിൽ എന്ത് വേണം? സെയിം ഉത്തരാണ് വരേണ്ടത്. സിംഹം കൂട്ടണമെങ്കിൽ അതിന് കഴിക്കാനുള്ള ഭക്ഷണം വേണം. മാനുകളും മുയലുകളും ഒക്കെ കുറെ വേണമെങ്കിൽ എന്ത് വേണം? സിംഹത്തിന്റെ എണ്ണം കുറയ്ക്കണം. യു ആർ റോങ് അഗൈൻ. സിംഹത്തിന്റെ എണ്ണം കൂട്ടണമെങ്കിൽ എന്ത് വേണമെന്നാ പറഞ്ഞത്? ഹെർബിവോഴ്സിന്റെ എണ്ണം കൂടണം. അവരുടെ എണ്ണം കൂടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതേ ലോജിക്ക്.
ഇവരുടെ ഫുഡ് കൂടുതൽ വേണം. ആ അതേ ലോജിക്കല്ലേ. സിംഹത്തിന് മാത്രം വേറെ ലോജിക്കും അതിന് താഴെയുള്ള ജീവികൾക്ക് അതിനേക്കാളും മോശം വേറെ ലോജിക്കും ഉണ്ടാക്കുക. ഓക്കെ, മനസ്സിലായി. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? മനസ്സിലായി. ഫ്രൂട്ട്സും പുല്ലുകളും ഒക്കെ വെജിറ്റബിൾസും ഒക്കെ വളരുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ. അങ്ങനെ എല്ലാം കൂടുന്നതാണല്ലോ എക്കോളജി. അപ്പൊ നിങ്ങൾ എക്കോളജി ശരിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് പറയുമായിരുന്നില്ലേ? ഓക്കെ. നിങ്ങൾ എക്കോളജി പഠിക്കാതെ ഞാൻ എക്കോളജി എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ ഡെഫിനേഷൻ കറക്റ്റ് ആയിട്ട് പറയും. അത് നോൺ പ്രാക്ടിക്കൽ ബൈ ഹാർട്ട് പഠിച്ചിട്ടുള്ള ആൻസർ ആണ്. ഇപ്പം മോക്ക് തോന്നുന്ന, ഇപ്പൊ ആര്യക്ക് തോന്നുന്ന എക്കോളജി എന്താണെന്ന് ഉള്ളൊരു ബോധം ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഉത്തരം നന്നായിട്ട് പറഞ്ഞേനെ. ഞാൻ ഫുഡിന്റെ കാര്യം ഓർത്തതാ, പിന്നെ ഞാൻ ഓർത്തു എണ്ണമായിരിക്കുമല്ലോ കുറച്ചുകൂടി. അല്ല, നമ്മൾ എപ്പോഴും നമ്മുടെ രണ്ട് തരത്തിലാണ് ഉത്തരം പറയാ. ഒന്ന് മനസ്സുകൊണ്ട് ഉത്തരം പറയുന്നു, ഒന്ന് ബുദ്ധി കൊണ്ട്. നമ്മൾ പലപ്പോഴും മനസ്സുകൊണ്ട് പറയുന്ന ഉത്തരത്തിനെ സപ്രസ് ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോഴാണ് പാളിപ്പോവുക. അപ്പൊ അമ്മയുടെ പടം ഏതാന്ന് ചോദിക്കുമ്പോൾ ബുദ്ധിയാണോ ഉപയോഗിക്കണം, മനസ്സാണോ? മനസ്സ്. അറിയുന്ന കാര്യം ആയതുകൊണ്ടാണ്. ആണോ അല്ലയോ? അറിയുന്ന കാര്യം മനസ്സെന്നാണ് വരിക. അത് നമ്മൾ ലോജിക്കലി കറക്റ്റ് അല്ല എന്നൊക്കെ തോന്നി എവിടെയോ പഠിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നോക്കി ആകെ പൊളിയും. അതുകൊണ്ട് മനസ്സിൽ ആദ്യം തോന്നുന്ന കാര്യങ്ങൾ പറയാം. കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നിങ്ങളുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അത് കോളേജിൽ പഠിച്ച ഒരാളൊന്നുമല്ല. എന്റെ വീട്ടിൽ കുറെ പേരുണ്ട് അത് പഠിച്ചവര്. അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ പറ്റിയെന്ന് വരില്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ പലപ്പോഴും ലോജിക് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനും. പഠിച്ച കാര്യങ്ങൾ ലോജിക്കൊന്നും ആവില്ല ചിലപ്പോൾ. ആരോ പറഞ്ഞു തന്നു, നമ്മൾ ബുദ്ധിയിൽ ആലോചിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇപ്പം മോൾ ആലോചിച്ച പോലെ ഇതുവരെ ഈ സബ്ജക്റ്റിനെ കുറിച്ച് ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമ്മുടേതായിട്ട് മാറുക. അപ്പൊ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആലോചിക്കാതെ പഠിക്കുന്നവരാണെങ്കിൽ അവർ ജോലിക്ക് വരുമ്പോഴും ആലോചിക്കാതെ ആരോ പറഞ്ഞ സംഭവം അതേപോലെ അപ്ലൈ ചെയ്യും. അങ്ങനെ അപ്ലൈ ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ പോരെ. ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ എന്താ വേണ്ടത്? ഒരു റിസർച്ചിന് എന്താ വേണ്ടത്? ഇതുവരെ വരാത്ത ക്വസ്റ്റ്യൻസിന് ആൻസർ പറയലാണ്. അപ്പൊ ഞാൻ കുറേ പേർക്ക് മൂക്ക് 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 എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ, മാസീവ് ഓപ്പൺ ലൈൻ. എനിക്കറിയാം, ഒരു ദിവസം ഏറ്റവും നല്ല ക്വാളിഫൈഡ് ആയിട്ട് ബിടെക് കഴിഞ്ഞു, എംടെക് കഴിഞ്ഞു, റിസർച്ച് ചെയ്യുന്നു, എബ്രോഡ് യൂണിവേഴ്സിറ്റികളിലൊക്കെയാണ് പഠിക്കുന്നത്. എനിക്ക് വരും, ഈ കോഴ്സ് എവിടെയാ കിട്ടുക? ചേട്ടോ WWW അടിച്ചത് തപ്പിക്കൂടെ? ഇല്ല, അതൊക്കെ പെയ്ഡ് മാത്രമേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു 2-3 പ്രാവശ്യം തപ്പൂ. കാരണം സാധാരണ ആദ്യം വരുന്നതൊക്കെ പെയ്ഡ് ആയിരിക്കും. അതിന്റെ താഴത്ത്, കാരണം അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നവർക്ക് മാത്രമേ ഗൂഗിൾ ആയാലും യൂട്യൂബ് ആയാലും അവരെ പോപ്പുലറൈസ് ചെയ്യുള്ളൂ. കാശ് കൊടുക്കാത്തവരെയൊക്കെ താഴ്ത്താടുക. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി താഴത്തേക്ക് നോക്കുക. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഫ്രീ ഓൺലൈൻ അടിച്ചോ. ഇതൊക്കെ ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കണം ഒരു ദിവസം 100 പേർക്ക്. ഇത് ബുദ്ധിമുട്ടാന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ഇത് മടിയാണ്, ആരെങ്കിലും തന്നാൽ മാത്രം. അപ്പൊ ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ഒരാളെ എനിക്കൊരു ഓഫീസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇൻക്വിസിറ്റീവ് ആണോ? നിങ്ങളുടെ മനസ്സിൽ റിസർച്ച് നടക്കുന്നുണ്ടോ? എന്തിനാണ് ഞാൻ UPSC പഠിക്കുന്ന ചോദ്യം ചോദിക്കുന്ന സമയത്ത് ലോകത്തിലെ സംഭവങ്ങളൊക്കെ ചോദിക്കുന്നത്? നിങ്ങൾക്ക് ലോകത്തെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹമുണ്ടോ? അതുണ്ടെങ്കിലല്ലേ എനിക്ക് എൻ്റെ തൊട്ടടുത്തുള്ള കുട്ടികളുടെ ആഗ്രഹം ഉണ്ടാവുള്ളൂ. ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്നൊരു കുട്ടി, ഞാൻ യൂണിവേഴ്സിറ്റിയിലുള്ള സമയത്ത് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്, അതിലൊരു പ്രോജക്റ്റ് കിട്ടി ഒരു പ്രൊഫസർക്ക്. അപ്പൊ അയാൾ ബെസ്റ്റ് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്തിട്ട് ആ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പം എന്നെ ഒരു ഗസ്റ്റ് ഇന്റർവ്യൂ മെമ്പറായിട്ട് അവർ കരുതുന്നത് ഞാൻ നന്നായിട്ട് ഇന്റർവ്യൂ ചെയ്യും, ആൾക്കാരൊക്കെ സെലക്ട് ചെയ്യുന്നൊക്കെയാണ്. അതുകൊണ്ട് എന്നെ വിളിച്ചു. എൻ്റെ നാട്ടുകാരിയായ ഒരു കുട്ടി അവിടെ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്. എൻ്റെ വില്ലേജിലാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഒരു ഫേവർ ഉണ്ടാവുമല്ലോ അവരോട്, ഇല്ലേ? എന്തായാലും നമ്മൾ സംസാരിക്കുന്ന ഭാഷ, എൻ്റെ നാട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അറിയുന്ന കുടുംബമാണ്. പറഞ്ഞു വന്നാൽ അറിയും, എൻ്റെ ഏട്ടനെയൊക്കെ അവർക്ക് അറിയുന്ന ഉറപ്പാണ്. പക്ഷെ ആ കുട്ടിക്ക് എന്നെ അറിയില്ല. നമ്മൾ ഈ നാട്ടിൽ വായിക്കുന്ന സമയത്താണെന്നാലും, ഞാൻ പുറത്തുള്ള ഒരാളാണ്, ഞാൻ ഇവിടെ പോകുന്ന സമയത്ത് അവരെ എക്സ്പെക്ട് ചെയ്യുക പോലും ഇല്ല നമ്മളെ. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചത് അച്ഛൻ എന്താ ജോലി? ഇത് ബന്ധുവിന്റെ കാര്യമൊന്നുമല്ല, പക്ഷെ എല്ലാവരുടെ ഡീറ്റെയിൽസ് ഫാർമറാണ്. അപ്പൊ കൃഷിയാണ്. എന്താ കൃഷി? റബ്ബറാണ്. അപ്പൊ എന്റെ ചോദ്യം, 1 ഏക്കർ സ്ഥലത്ത്
എത്ര റബ്ബർ മരം നടാൻ പറ്റും, ഒരു റബ്ബർ മരത്തിൽ നിന്ന് എത്ര പാല് കിട്ടും, അത് എത്ര ഷീറ്റ് ഉണ്ടാക്കാൻ പറ്റും, അതിൽ എത്ര രൂപക്ക് വിൽക്കാൻ പറ്റും, നിങ്ങളുടെ റവന്യൂ എന്താണെന്നാണ് എൻ്റെ ചോദ്യം. എല്ലാ ഇന്റർവ്യൂ ബോർഡ് മെമ്പേഴ്സ് ഇയാളെന്തിപ്പോ ചോദിക്കണത്? സോഷ്യൽ വർക്കിന് ഇതാണോ ചോദിക്കേണ്ടത്? ആണോ? ഇതിനൊന്നും ആ കുട്ടിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ഞാൻ സ്വന്തം വീട്ടില് അവനവന് ചെലവില് തരുന്ന ഭക്ഷണം തരുന്ന അച്ഛന്റെ പണി പോലും കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഈ പണിക്ക് പോണേ? മനസ്സിലാവുണ്ടോ? ഇല്ല, ആ കുട്ടിക്ക് ഒന്നും അറിയില്ല. ഇന്നലെ ഒരു കുട്ടി അച്ഛന്റെ ജോലി എന്താ വെച്ചാൽ, ഇന്നലെ ഒരു ഡിസ്കഷനിൽ നടന്നത്, അച്ഛന്റെ ജോലി ഏറ്റവും ഇഷ്ടമുള്ള വിഷയം എന്താ വെച്ചു, കെമിസ്ട്രിയാണ്. വണ്ടർഫുൾ, വെരി ഗുഡ്. ഓക്കെ, അച്ഛൻ എന്താ പണി? വാട്ടർ പ്യൂരിഫയർ വിൽക്കുകയാണ്. വാട്ടർ പ്യൂരിഫയറോ പ്യൂരിഫൈ ചെയ്തിട്ട് വാട്ടർ വിൽക്കുക, അങ്ങനെ എന്തോ ആണ്. വാട്ടറും പ്യൂരിഫയറും ആണ് അവർ ആ രണ്ട് വാക്കുകൾ. വെച്ചു വെള്ളത്തിന്റെ pH വാല്യൂ എന്താണ്? അതറിയില്ല ആ കുട്ടിക്ക്. മനസ്സിലാവുണ്ടോ പറയണത്? അച്ഛൻ ചെയ്യുന്ന പണിയുടെ ബന്ധപ്പെട്ടിട്ടുള്ള കെമിസ്ട്രി അറിയാത്ത ഒരാൾക്ക് പിന്നെ എന്ത് കെമിസ്ട്രി ഇൻട്രസ്റ്റ് ഉള്ളത്? ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിക്കുക. അപ്പൊ ആ ബോധം നമുക്ക് നല്ലപോലെ ഉണ്ടെങ്കിൽ, ആ ബോധം ഉണ്ടാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായാൽ മതി. ഞാൻ ടെസ്റ്റ് ചെയ്യുന്നവർക്ക് അറിയോ ഇല്ലയോ എന്നല്ല. ഇതെന്ത് ചോദ്യപ്പ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ, യു ആർ നോട്ട് റിലേറ്റിംഗ് യുവർ സോഷ്യൽ സർവീസ് ടു ഇൻഡിവിജ്വൽ ഹോം സർവീസ്. ആദ്യം ഞാൻ എന്നെ സെർവ് ചെയ്യണം. എന്നെ സെർവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരാൾക്കേ വീട് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. വീട് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരാൾക്കേ എൻ്റെ ചുറ്റുപാടും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അത് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരാൾക്ക് എൻ്റെ സമൂഹത്തിന്റെ ക്ലീൻനെസിനെ കുറിച്ച് പറയുള്ളൂ. സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഗോട്ട് ഇറ്റ്? അപ്പൊ ആ ബോധം നന്നായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ് അത്യാവശ്യം. ഇതൊക്കെയാണ് ഇന്റർവ്യൂവിന് ടെസ്റ്റ് ചെയ്യുന്നത്. അത് നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് പ്രസൻസ് ഓഫ് മൈൻഡ് എന്നിട്ട് പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്റർവ്യൂവിനല്ല പ്രസൻസ് ഓഫ് മൈൻഡ് വേണ്ടത്, നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിലും ചെയ്യുന്ന കാര്യത്തിലും. കാരണം ഇന്റർവ്യൂവിന്റെ 20 മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾ അസസ് ചെയ്യുന്നത്, ഞാൻ എടുത്താൽ എൻ്റെ ഓഫീസിൽ 30 വർഷം അയാള് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, അയാളെ സെലക്ട് ചെയ്യലല്ല എൻ്റെ ലക്ഷ്യം. അതാണ് വേണ്ടത്. അപ്പൊ അത് എപ്പോഴും അത്യാവശ്യം. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ്, പ്രസ് ഓഫ് മൈൻഡ്സ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന, ഇപ്പൊ UPSCക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഞാൻ, ഭാര്യ ഡിസ്ട്രിക്ട് കളക്ടറാണ്, ഒരു പ്രോഗ്രാമിന് പോകണം, മന്ത്രി 10 മണിക്കാണ് എത്താൻ പറഞ്ഞത്, ഗസ്റ്റ് ഹൗസിൽ അയാളെ പോയിട്ട് കാണണം, അയാളുടെ കൂടെ ചായ കുടിച്ചതിന് ശേഷം 10:30 ഒരു പ്രോഗ്രാമിന് അവർ കൂടെയാണ് പോവുക. അങ്ങനെയൊക്കെയാണ് സാധാരണ വരിക അസൈൻമെന്റ്സ് ഒക്കെ. ചിലപ്പോൾ രാത്രി 3 മണിക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രിനെ റിസീവ് ചെയ്യാൻ നിൽക്കേണ്ടി വരും. ട്രെയിൻ ലേറ്റ് ആണെങ്കിൽ ഉറങ്ങാതെ ഇരിക്കേണ്ടി വരും അവിടെ. ഇതൊക്കെ പണിയുടെ കൂട്ടത്തിലുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ ഒഫീഷ്യൽ ഡ്യൂട്ടിയാണ്. പക്ഷെ ഓടിച്ചു പോകുന്ന സമയത്താണ് ഒരു കുട്ടി ആക്സിഡന്റിൽ പെട്ട് കിടക്കുന്നത്. ഞാൻ ആ കുട്ടിയെ സേവ് ചെയ്യാൻ നോക്കിയാൽ, എൻ്റെ കാറിൽ കൊണ്ടുപോകാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ലേറ്റ് ആവും, മന്ത്രി വഴക്ക് പറയും. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം എന്നാണ് എൻ്റെ ചോദ്യം. വാട്ട് ഡു ഐ ഡു? മന്ത്രിയോട് പറഞ്ഞാൽ പോരെ, ഒരു റിക്വസ്റ്റ് ആയിട്ട് മെയിൽ ചെയ്താൽ പോരെ? എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ആവശ്യമായി പോയി, ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുണ്ടെന്നൊന്ന് മെസ്സേജ് ചെയ്യണം. അത് ഓരോ സ്ഥലത്തിലും വ്യത്യസ്തമായിട്ടുള്ള ഇതൊരു ലോജിക്കാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് അത്യാവശ്യം. നിങ്ങൾ ഏത് സൊല്യൂഷൻ എടുത്താലും അതിന് എറർ കാണും. ഓക്കെ, ഈ പറഞ്ഞതും തെറ്റാണ്. ഫൈൻ. അതിന് കുറെ വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. കാരണം ഒരു കലക്ടർ ഒറ്റക്കല്ല പോവാ, അയാളുടെ അടുത്ത് 2-3 പേരുണ്ടാവും. ഒരു കലക്ടർ പോകുന്ന സമയത്ത് മന്ത്രിയെ കാണാൻ പോകുമ്പോൾ ഒറ്റക്ക് പോവില്ല, അയാളുടെ ഒരു വാലറ്റ് വെഹിക്കിൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കലക്ടറായി മാറിയോ, നിങ്ങളുടെ ബാക്കിയുള്ള ഫെസിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് അറിയുമോ എന്നൊക്കെയുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. മനസ്സിലാവുണ്ടോ? ഒരു കലക്ടർ പോകുന്ന സമയത്ത് കലക്ടർ മാത്രമല്ലോ പോവാ, കലക്ടറുടെ കീഴിലുള്ള RDO ഉണ്ടെങ്കിൽ RDO പോവും, അല്ലെങ്കിൽ ഒരു പോലീസ് പൈലറ്റ് പോവും. മനസ്സിലായോ? അതെ. അപ്പൊ എന്ത് ചെയ്യണം നമ്മള്? ഉടനെ കലക്ടർ മറ്റുള്ള പോലീസിനോട് പറഞ്ഞാൽ പോരെ ഉടനെ കൊണ്ടുപോകുന്നു? ഈ കലക്ടർ തന്നെ പോണമെന്നുണ്ടോ? കാരണം നിങ്ങളൊരു സാധാരണ മനുഷ്യന്റെ ലെവലിൽ നോക്കുമ്പോ, ഞാൻ ചോദിച്ച ചോദ്യം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ കലക്ടർ സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ പൈലറ്റും സ്റ്റോപ്പ് ചെയ്യില്ല.
ആ കലക്ടർ സ്റ്റോപ്പ് ചെയ്താലേ പൈലറ്റ് സ്റ്റോപ്പ് ചെയ്യുള്ളൂ. ഓക്കെ കാരണം അയാൾ ഹി സപ്പോസ് ടു ഗോ അലോങ് വിത്ത് ഹിം. ഓക്കെ ഇന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ആ ഷൂവിൽ നിൽക്കുന്നുണ്ടോ, ആർ യു ഗെറ്റിംഗ് റിയലൈസ്ഡ് ദാറ്റ് യു ആർ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ്. അപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഐ ഷുഡ് ബിക്കം ദാറ്റ്, ഞാൻ ആ ജോലി കിട്ടിയാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധത്തോടു കൂടി പോയാൽ ഉത്തരം പറയുമ്പോൾ വ്യത്യസ്തമായ തരത്തിലായിരിക്കും. ഡോണ്ട് തിങ്ക് ദാറ്റ് നോ യു ആർ വളരെ സുപ്പീരിയർ ആണ്, ഇൻഫീരിയർ ആണെന്ന് തോന്നണ്ട. പക്ഷെ നമ്മുടെ പൊസിഷൻ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. യു ആർ നോട്ട് എ ബെഗർ ഇൻ എൻ ഓഫീസ്. ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്പർ 2, യു ആർ നോട്ട് കോമ്പീറ്റിംഗ് വിത്ത് ദ ഇന്റർവ്യൂ ബോർഡ്. യു ആർ കോമ്പീറ്റിംഗ് വിത്ത് പീപ്പിൾ. നിങ്ങളെപ്പോലെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുള്ള ബാക്കി കുറെ പേരുമായിട്ടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇന്റർവ്യൂ ബോർഡിന്റെ അടുത്ത് ജയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ജയിക്കേണ്ടത് ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന്റെ കൂടെയാണ്. മനസ്സിലായോ? ഈ ബോധം നമുക്ക് ഉണ്ടായാൽ നമ്മൾ ഇന്റർവ്യൂ ബോർഡിൽ ഇംപ്രസ് ചെയ്യാൻ നോക്കൂല, ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ നോക്കില്ല, അവിടുന്ന് ചാടി ഓടിപ്പോടി. മിക്കവാറും ആൾക്കാരുടെ ഒരു സൈക്കോളജി എന്താ വെച്ചാൽ, ഒരു ഇന്റർവ്യൂ ബോർഡിനോ എക്സാമിനോ കയറിയാൽ ഇതെങ്ങനെയെങ്കിലും തീർത്ത് കിട്ടണമെന്ന് വിചാരിക്കും. യു ഡോണ്ട് ഹാവ് പേഷ്യൻസ് ടു സിറ്റ് ദർ. അതുകൊണ്ട് കുറച്ച് ആൻസറേ പറയുള്ളൂ. അത് പാടില്ല. ടേക്ക് യുവർ ഓൺ ടൈം, എക്സ്പ്ലെയിൻ ഇറ്റ്. എന്നിട്ട് അവരുടെ മുഖം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹി സാറ്റിസ്ഫൈഡ്. അല്ല, അഗെയിൻ ഐ വിൽ റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ എന്നൊക്കെ പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ നമുക്കൊരാൾ ചോദ്യം ചോദിച്ചു, മനസ്സിലായില്ല എന്ന് വിചാരിക്കും. സോറി, ഐ ഡിഡ്ന്റ് ഗെറ്റ് യു, വിൽ യു പ്ലീസ് റിപ്പീറ്റ് ഇറ്റ് ഫോർ മീ അഗെയിൻ, ഓർ വിൽ യു മേക്ക് ദാറ്റ് സെന്റൻസ് മോർ ക്ലിയർ, വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് യു മീൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് ചോദിക്കാം ഒന്നുകൂടി. മനസ്സിലായോ? അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ കാഷ്വലായി, നമ്മളവരെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, നമ്മളവരെ കൊല്ലാൻ പോകുന്നൊന്നുമില്ല. സോ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വരും. നിങ്ങൾ ആ പൊസിഷനിൽ എത്തിയാൽ എന്ത് ചെയ്യും എന്നാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ പൊസിഷനിൽ എത്തി എന്ന് വിചാരിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യുക. യു ആർ നോട്ട് എ സ്റ്റുഡന്റ്. ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് യു ആർ നോട്ട് എ സ്റ്റുഡന്റ്. ആദ്യമായിട്ടൊരു സ്റ്റുഡന്റ് പോകുന്ന സമയത്ത് നിങ്ങളുടെ ധാരണ നിങ്ങൾ സ്റ്റുഡന്റ് ആണ്. സ്റ്റുഡന്റ് അല്ല. യു ആർ സ്റ്റുഡൻഷിപ്പ് ഈസ് ഓവർ. നൗ യു ആർ ഗോയിങ് ഫോർ എൻ എംപ്ലോയ്മെന്റ്. ഇപ്പൊ നിങ്ങളുടെ വയസ്സ് 20 ആണെങ്കിലും 30 ആണെന്ന് വിചാരിച്ച് ബിഹേവ് ചെയ്യാം, എല്ലാ പ്രശ്നവും തീരും. മെച്ചൂർഡ്, കുറച്ചും കൂടി മെച്ചൂർഡ് ആവും.